ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട, കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഇത് സ്ഥലം വരുന്നത് കണ്ണൂർ വളവട്ടണം ബോട്ട് ജെട്ടിന്ന് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ബ്രിഡ്ജിലെ ഇതാണ് വളവട്ടണം പാലം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പോയത് വളവട്ടണം ടു പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ വളവട്ടണം കണ്ണൂർ ഭാഗത്തുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ പാലത്തിൽ ഇങ്ങനെ പോകുന്ന പിന്നെ ഇതെന്താണെന്നറിയോ, നമ്മളെ മെയിൻ റോഡില്ല, അതായത് കാസർഗോഡ് ടു കണ്ണൂർ ഡയറക്റ്റ് വരാനുള്ള റോഡ് അങ്ങനെ എന്തോ ആണ് പറയുന്ന. അപ്പോൾ ആ റോഡ് പണിയുന്നതാണ് ഇപ്പം കണ്ടേ. അപ്പോൾ അത് കാഴ്ച കാണാൻ നല്ല ഭംഗിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ കാഴ്ച കണ്ട് ആസ്വദിച്ച് പോവാം നമുക്ക് ഇങ്ങനെ ഒരു ബോട്ട് യാത്രയിലാണെങ്കിൽ. അപ്പോൾ പിന്നെ നല്ല ഭംഗിയില്ല ഈ കാഴ്ച കാണാൻ. പാർക്കെങ്കിലും ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ, റീപ്ലൈ തരാട്ടോ. പിന്നെ നമ്മൾ പോയത് പറശ്ശിനിക്കടവിലേക്കാണ്. അപ്പോൾ അവിടെ കാണാനായിട്ട് വലിയ അമ്പലമുണ്ട് കേട്ടോ, അമ്പലമൊക്കെ കാണാം. പിന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനെ വെറുതെ ഒന്ന് പോകാൻ. നമ്മൾ പോയതൊരു 3 മണിക്കാണ് പോയത്. അപ്പോൾ കണ്ടോ, വേറെ ബോട്ടൊക്കെ ഉണ്ട്, മറ്റേ ഹൗസ് ബോട്ട് ഒക്കെ ഉണ്ട്. ഹൗസ് ബോട്ട് ഇവിടെ അല്ല കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഒരു വീഡിയോവും പിന്നെ വോയിസ് ഓവറും കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണേ. ഇതാണ് ബോട്ടിൻ്റെ അകം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് ബോട്ടിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ മുകളിലാവുമ്പോൾ ഒന്നും കൂടി കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാൻ നല്ല രസമാണ്. പിന്നെ ഇപ്പോൾ ഈ ഹൗസ് ബോട്ട് നമ്മളെ വളവട്ടണത്തല്ല കേട്ടോ, അത് പറശ്ശിനിക്കടവ് ടു വേറെ എവിടെയാണ്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഹൗസ് ബോട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത് നമ്മൾ പോയത് ഏറ്റവും ലാസ്റ്റത്തെ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോയത് 3 മണി കഴിഞ്ഞിട്ട് വേറെ ട്രിപ്പൊന്നുമില്ല. പിന്നെ മുകളിലിരുന്ന ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിച്ച് പോവാം. അപ്പോൾ നമ്മൾ നല്ലോണം വെയിലായതുകൊണ്ട് പകുതി വരെ ഇരുന്ന് പിന്നെ നമ്മൾ താഴോട്ട് പോയി. പിന്നെ ഇതുണ്ട് കേട്ടോ, 10 പേർക്ക് പോകാനായിട്ടുള്ള സെപ്പറേറ്റ് ബോട്ടുകളൊക്കെ ഉണ്ട്. അത് പറശ്ശിനിക്കടവിലാണ്, അവിടെ നിന്നാണ് എടുക്കുക. ഇതാണ് പറശ്ശിനിക്കടവ് അമ്പലം. ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് അമ്പലം. പിന്നെ ഇവിടെ അമ്പലം അവിടെ കുറേ ഇവിടെ ചന്തമൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിൽ ഇങ്ങനെ ഫുള്ള് ചന്ത ഉണ്ട്. പിന്നെ ഇതാണ് അവിടെ പറശ്ശിനിക്കടവിലുള്ള ബോട്ട് സർവീസ്. അപ്പോൾ ഇവിടെ വലിയ വലിയ ബോട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ വന്ന ഒരു മീഡിയം ബോട്ടിലാണ്. പറശ്ശിനിക്കടവിന്ന് ഈ ബോട്ടിൽ യാത്ര ചെയ്യുവാണെങ്കിൽ 1 മണിക്കൂർ ഉണ്ട് കേട്ടോ. 1 മണിക്കൂർ വരെ യാത്ര ചെയ്യാം. പിന്നെ അവിടെ വേറെ കുറേ ബോട്ടുകളുണ്ട്. മുകളിലും താഴിലുമായിട്ട് വരുന്ന നല്ല ബോട്ട് സർവീസാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. അങ്ങനെ നമ്മൾ ബോട്ട് ഇറങ്ങി. ഇതിപ്പോൾ മോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങാം. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാനാണെങ്കിൽ അപ്പുറത്തെ കൂടി പോവാം. ബസ് സ്റ്റാൻഡിലേക്കാണെങ്കിൽ ഇപ്പുറം കൂടി പോകാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.